തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജിൽ സമരം തുടർന്ന് വിദ്യാർത്ഥികൾ. കോളേജ് അധികൃതർ മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം വിദ്യാർത്ഥികൾ തള്ളി. സബ് കളക്ടർ അരുൺ എസ് നായർ കോളേജിലെത്തി വിദ്യാർത്ഥികളും മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയാണ്. ഞങ്ങൾ പരാതിയായിട്ട് ചെന്നപ്പോൾ എൻക്വയറി റിപ്പോർട്ട് വന്ന് കുറ്റക്കാരാണെന്ന് തെളിയട്ടെ, എന്നിട്ട് ആക്ഷൻ എടുക്കാന്ന്. ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുത്തല്ലോ. ഒരു എൻക്വയറിയും ഞങ്ങൾ നേരിട്ടില്ല. ഞങ്ങൾക്കെതിരെ കോളേജിൽ പോലും വന്നിട്ടില്ല. അവൾ അന്ന് വന്ന് അറ്റൻഡൻസ് എടുത്ത് പോയി. ഇത് ഇന്നും വന്ന് യൂണിഫോം ഇടാണ്ട്. ഞങ്ങളൊക്കെ യൂണിഫോം ഡീൻ കുര്യാക്കോസ് എംപിയും കോളേജിലെത്തി. ഷിനോജ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, മണിക്കൂറുകളായി വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ് കോളേജിന്റെ കെട്ടിടത്തിന് മുകളിൽ കയറിയിരുന്നുകൊണ്ട്. ഇനി 12 മണി വരെയാണ് വിദ്യാർത്ഥികൾ ആദ്യം പറഞ്ഞ സമയപരിധി. പ്രിൻസിപ്പൽ രാജിവെച്ച ആ പേപ്പർ കയ്യിൽ കിട്ടാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണോ ഇപ്പോഴും നിലപാട്? അത് പ്രിൻസിപ്പൽ രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിറകോട്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുമായി സംസാരിച്ച സമയത്ത് വിദ്യാർത്ഥികളുമായി പല ഉറപ്പുകൾ മാനേജ്മെന്റ് നൽകിയിരുന്നു. പ്രധാനമായും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങൾക്കും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു 4 സമിതിയെ നിയമിക്കാമെന്നൊക്കെ നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോരാ. പ്രിൻസിപ്പൽ രാജിവെച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ പ്രിൻസിപ്പൽ രാജിവെച്ചാൽ മാത്രമേ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല അതിനുശേഷം കളക്ടർ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തി ഇപ്പോൾ 2ാം ഘട്ട ചർച്ച ഈ കോളേജിന് താഴെ നടക്കുകയാണ്. മാത്രമല്ല ഡീൻ കുര്യാക്കോസ് MP എത്തി ചർച്ച നടത്തി വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. പ്രിൻസിപ്പാളിന്റെ രാജി, അതാണ് നിങ്ങൾ ആവശ്യം? പ്രിൻസിപ്പാളിന്റെ രാജി മാത്രം ഞങ്ങളുടെ ആവശ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു സ്വഭാവദൂഷ്യം കാണിക്കുന്ന പ്രിൻസിപ്പൽ, സ്വഭാവദൂഷ്യം എന്ന് മീൻ ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, സ്വന്തക്കാരെയും വേണ്ടപ്പെട്ടവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പിള്ളേരെ ബലി കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രിൻസിപ്പാളിനെ ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല. ഇത് എൻ്റെ ഒരാളുടെ 2 പേരുടെയോ മാത്രം തീരുമാനമല്ല, കോളേജിലെ മൊത്തം വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അങ്ങനെ ഒരു പ്രിൻസിപ്പാളിനെ ഞങ്ങൾക്ക് വേണ്ട. പ്രിൻസിപ്പാളിന്റെ രാജി കിട്ടാണ്ട് ഞങ്ങൾ ഒരാൾ പോലും ഇവിടുന്ന് താഴ്ത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രിൻസിപ്പാളിന് റിലീസ് പോലെ വന്നിട്ടുണ്ടോ? പ്രിൻസിപ്പളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. കാരണം പ്രിൻസിപ്പൽ ഇപ്പം സസ്പെൻഷനിലായ 7 പേരെയും പിന്നെ ജില്ലാ കളക്ടർ, സബ് കളക്ടർ, തഹസിൽദാർ അങ്ങനെ കുറച്ച് പേര് വെച്ചുകൊണ്ട് പിള്ളേരെ അഡ്രസ് ചെയ്തുകൊണ്ടൊരു സെക്കൻഡ് ലെവൽ ഓഫ് മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രിൻസിപ്പൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഓഡിയോ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അല്ല, ഇതാണ് പ്രിൻസിപ്പൾ. നിങ്ങൾ പണ്ട് പഠിച്ച് നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പളാണ്. നിങ്ങൾക്ക് മാക്സിമം വോയിസ് ഇതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വോയിസ് നോട്ട് ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഫ്രൈഡേ മുതൽ നമ്മൾ ചോദിച്ചപ്പോൾ അവരറിയാം കമ്മിറ്റി ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, എൻക്വയറി ഉണ്ട്, അതേ ഉള്ളൂ. അല്ലാണ്ട് അവർ വേറെ ഒന്നും പറയുന്നില്ല. വെള്ളിയാഴ്ച കംപ്ലൈന്റ് കൊടുത്തിട്ട് തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് 4 മണിക്ക് മുന്നേ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് ആദ്യം പറഞ്ഞത്.